ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ എവിടേക്കാണ് പോണ്? നമ്മളിപ്പോൾ എവിടേക്കാണ് പോണ്? കോങ്ങാട്ട്. അപ്പോൾ ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. സാനീൻ്റെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. സാനീൻ ചേച്ചിയുടെ അടുത്താക്കിയിട്ടാട്ടോ അവിടെ കളിക്കുകയാണ്. ചേച്ചിയുടെ കുട്ടികളൊപ്പം കളിക്കുകയാണ്. അപ്പോൾ അവിടെ ആക്കിക്കാണ്. സാനിനെ കൊടുത്താൽ പിന്നെ സാനി 10 ആളാവും കേട്ടോ കടയിലൊക്കെ. അപ്പോൾ സാനിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ സാനീനെ വീട്ടിലാക്കി ഞങ്ങൾ നെയ്സിൽ മുങ്ങി ഇതാട്ടോ അവിടുന്ന്. അങ്ങനെ ഞങ്ങളിത് നടന്നു പോകാം കേട്ടോ. ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ പിന്നാലെ 2 അസിസ്റ്റൻറ്റുകളുണ്ട് കേട്ടോ. അല്ല മെല്ലെ നടന്നു വരുന്നുള്ളൂ. ഇവിടെ വേഗം ആഞ്ഞ് ഇറക്ക് ആവുന്നപ്പ അവരൊക്കെ പുറപ്പിടിപ്പിച്ചിട്ട് കൊണ്ടുവരുമ്പോഴേക്കും വാ. ഓ, അവൾ ആനന്ദം പാടിയിട്ട് അവൾ വരുന്നുണ്ടേ. എവിടേക്കേലും പോവാൻ പുറപ്പെട്ടങ്ങനെ കേട്ടോ. എന്താ ഞങ്ങൾ ഇന്നലെ എടുത്ത പ്ലാനിങ് ആണ് കേട്ടോ. കുറേ ഞങ്ങൾ കോങ്ങാട് ഒരുമിച്ച് പോയിട്ട് വെച്ചിട്ട് പട്ടി ചിരിക്കുന്ന മാതിരി പട്ടി ഇരിക്കുന്ന മാതിരി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിൽ നിന്നിട്ട്. അപ്പം ഞങ്ങൾ കുറേ ആയിട്ട് കോങ്ങാട് പോകണം വിചാരിക്കും. ഈശ്വര ഒരു കാറ് വരുന്നു, കാറിട്ട് ചാവ് വേണി. നമ്മളെ ചെരുപ്പ് ഇതാ പൊട്ടിയിട്ടൊന്നുമില്ല. വാറ് ബിറ്റോളി തമ്മിൽ കളിച്ച് കളിച്ച് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ട് നോക്കി പാവം പരിശ്രമിക്കാണ്. ഇത് പാരങ്ങനത്തെ ചെരുപ്പൊക്കെ വാങ്ങാൻ പറഞ്ഞു. 400 രൂപയുടെ ചെരുപ്പാണ് ഗൈസ്. ഒരു മാസമായിട്ടില്ല ചെരുപ്പ് പൊട്ടിച്ച് വെച്ചിട്ട് നമ്മളിത് നട്ടേക്കും. പാവാ ചെരുപ്പ് നിരക്കിക്കൊണ്ടിരിക്കുക. ഇട്ട് കയറ്റ് ഒറ്റക്കാല് ചെരുപ്പിട്ട് കൊടുക്കണം. ഇവിടെ ഒരു കോലെടുക്ക്. ഈ കോലിട്ടിട്ട് അവിടെ തിരികെ കേറിയോ? ആരാ വാങ്ങാൻ പറഞ്ഞ്? 400 രൂപയുടെ ചെരുപ്പല്ലേ എടുത്തെടുത്ത് പറയണ. ഈ ചെരുപ്പിന് 400 രൂപ എത്ര? കേറിയോ 400 രൂപയുടെ ചെരുപ്പ്? ഇറക്ക്. ഗൈസ്, അപ്പം ഞങ്ങളങ്ങ് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഷേക്ക് കുറച്ച് കഴിയുമ്പോഴേക്കേ വരുള്ളൂ. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. അതാണ്ടോ കൊടുക്കുന്നില്ല. ഇതൊക്കെ ഉണ്ട്. എല്ലാവരും സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ബാക്കിൽ ചിരിപ്പിക്കുന്നുണ്ട്. അതിന് ഇതെന്താ വാങ്ങിച്ച് അവിൽ മിൽക്കും ഞാൻ ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ വാങ്ങിയത്. ടേബിൾ ഉണ്ട്. ടേബിൾ ഷേക്ക് കൊടുക്കാൻ ടേബിളാണ്. നല്ല റെസ്റ്റോറൻറ്റ് പോലൊക്കെ റെസ്റ്റോറൻറ്റ്. അങ്ങനത്തെ അവരുടെ അവിൽ മിൽക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിച്ചു ആഞ്ഞു പിടിക്ക്. കഴിക്ക് പിച്ചു പാട്ടോ പണ്ണാക്കി കയറ്റി കണ്ടോ. അതന്നെ കഴിക്കണേ. വീട്ടാകുമ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. സമയത്തൊരു ഷേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഷേക്കാട്ടോ ചോക്ലേറ്റ് ഷേക്ക്. നമുക്കിനി ടേസ്റ്റ് നോക്കാം. ഞാൻ എപ്പോഴും തന്നെ കേട്ടോ വാങ്ങാൻ. ഇളക്കി ഒരു ലേക്ക് ഗൈസ് നമ്മൾ അവൈലബിൾക്ക് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അതുണ്ട്. അടിപൊളിയായിരുന്നു. രസമുണ്ടോ? നല്ല മധുരമുണ്ട്. ടേസ്റ്റ് നമ്മൾ ടേബിൾ കൂടെ കളഞ്ഞു. അപ്പം ഞാനിത് കുടിച്ച് വരുന്നുണ്ട്. കാണാം ഗ്യാസ്. അപ്പം ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടോ. അവൾ അവൈലബിലിറ്റി ഞാൻ കഴിക്കുകയാണ്. ഇത് തമ്മിൽ തീരുന്നില്ല.
വീട്ടിൽ പോയി വിളിക്കും. ഇത് നല്ല സാമ്പിളാണ്. നീ കുറച്ച് കഴിഞ്ഞ് ആടി അത് കേറുന്നില്ല ചേച്ചിക്ക്. കേറുന്നില്ല, മെല്ലെ കയറും. നല്ല മധുരം വമ്മ കൂടിയൊരു മതില് നോച്ചോക്ക്. എനിക്കത് വേണ്ട. ഇതൊക്കെ ഈശ്വരോ നോക്ക് ഫുള്ള് കുടിച്ച് കുറച്ച് പന്നി. എനിക്ക് കുറച്ചൊരു പണത് എന്നിട്ട് തരാ. നോക്ക് ഞാൻ വെള്ളം തിന്നുമ്പോഴേക്കും എൻ്റെ കേക്ക് ഇത്രയൊക്കെ അവള് ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കുടിക്കാനായിട്ട് തരാം. ഞങ്ങളിതാ ഷേക്ക് കുടിച്ച് പോന്നു കേട്ടോ. ഇനി വീട്ടിലേക്ക് ഞങ്ങളിതാ നടന്നു പോവാണ് കുറുക്ക് വഴി കൂടെ. എന്താ പറയുക, ക്ഷീണിച്ച് അവൾക്കൊന്നും നടക്കാൻ വയ്യ. അവളൊക്കെ കുടിച്ച് കിക്കായിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നടക്കാൻ വയ്യ കേട്ടോ. കുടിച്ചപ്പോൾ അവളെ കൂടി ഞാനാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ അവരാണ് വാങ്ങിച്ചു തന്നത്. എനിക്ക് ഫുൾ ചിലവ് അവരുടെ വകയായിരുന്നു. അല്ലെങ്കിൽ ഞാനാണ് അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ. ലൈസ് ഇതിന് കുട്ടിക്കാൻ അവിടെ താനിക്ക് 2 ലൈസ് കൊണ്ടാണ് ഞാൻ പോണത്. എൻ്റെ പൈസ ഉണ്ടാവില്ല കേട്ടോ. ഇവരാണ് എൻ്റെ ഫുൾ ചിലവെടുത്തതെന്ന്. ഇവരെന്നെ വലിച്ചു കൊണ്ടുപോയതാണ്. പിന്നെ എന്താ ഞാൻ ചെയ്യുക, നമുക്ക് ഞാൻ പറ്റില്ല എന്ന്. ഗൈസ് ഇത് അമ്പലമാട്ടോ. അമ്പലത്തിന് അതേ ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ ആനേനെ കെട്ടിയിടാറുണ്ട് കേട്ടോ. ഇവിടെ ആന ഉണ്ടാക്കട്ടെ ഉണ്ട് കേട്ടോ. ആന അവിടെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഈ ആനയുടെ പേരൊന്നും എനിക്കറിയില്ല. ഇതവിടെ അമ്പലമാണ്. അമ്പലം ഞാൻ കാണിച്ചു തരാം. ഗൈസ് ആനേനെ കണ്ടോ? ആനക്കുട്ടാ വിളിച്ച പറയൂ. എടി ആന നിൽക്കണോക്കടി. ആന തുമ്പിക്കൈ കൊണ്ട് ആട്ടി ഒരു പട്ടറ കാശ് നമ്മുടെ തലക്കിടായിരുന്നു. നോക്കിയോ, വാലിയൊന്നും ഇല്ല പറയുമാതിരി. അതൊന്നും ഇല്ല. നോക്കിയൊക്കെ സൂം ചെയ്ത് നോക്കട്ടെ. ആനേനെ കണ്ടോ? ഇല്ല ശരി തന്നെ. ഗൈസ് ആന നമ്മൾ വന്നു എന്ന് അറിഞ്ഞു കേട്ടോ. പട്ടയൊക്കെ എടുത്ത് എറിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇല്ലടി തുമ്പിക്കൈ ഉണ്ടായിരുന്നു. പേരെന്താ എനിക്കറിയില്ല. എനിക്ക് പേരുണ്ടാവൂലോ. ആന ആനേനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഇത് നമ്മുടെ അവിടുത്തെ ആന കേട്ടോ. ഇതിനെ വരുമ്പോഴൊക്കെ ഞങ്ങൾ ആന ഉണ്ടോ നോക്കട്ടോ. ഇതാണ് ആനയുടെ ഷെഡ്. ഇവിടെ ഒരാനഞ്ഞ ഉണ്ടാവാറുള്ളൂ. ഇവിടെ അധികം ഉണ്ടാവൂലേ? ഇതാണ് പുളിമരം. പിന്നെ എന്ത് മരം അത്? എൻ്റെ കുട്ട ലൈസ. പിന്നെ ആണ് പുളിമര. ഇത് പുളിമരാടി. തേങ്ങയാണ്. റംബൂട്ടാൻ പൊമ്പടല്ല വെക്ക്. ഗൈസ് അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. ഞാൻ അമ്പലം കാണിച്ചു കേട്ടോ. ആണ് അമ്പലം. ഞങ്ങൾ ഈ വഴി കൂടെ കേട്ടോ വന്നത്. ഈ വഴി കൂടെ ഷോർട്ട് കട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇതേനെ പോകും കേട്ടോ. ഇവിടെയൊക്കെ വെച്ചിട്ട് കുറേ സിനിമ എടുത്തിട്ടുണ്ട്. എടി ഏതാ സിനിമയുടെ പേര്? നീളായിട്ടൊരു സിനിമ ഉണ്ട് നമ്മൾ. ഏതാ സിനിമ? എടി ഒരു നീളായിട്ട് ഞങ്ങളുടെ സിനിമ ഉണ്ടടി. ഇവിടെ ഷൂട്ടിങ് ചെയ്തുണ്ട്. മറ്റേ സെലിംകുമാറൊന്നല്ല, കൊച്ചിങ്ങല്. മരം കണ്ടാണ്ട് ഈ മരം. ഈ മരത്തിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ അവിടെയൊക്കെ വെച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ മുൻഭാഗത്തും പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ വെച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതാ പടം എന്ന് ഞങ്ങൾക്ക് അറിയണില്ല. പക്ഷെ ഉണ്ടല്ലടി, സിനിമ ഉണ്ട്, ഷൂട്ട് എടുത്തിട്ടുണ്ട്. പണ്ടത്തെ പടാ അല്ലേ? തല മുറിച്ചിക്കണു. ഇത് ആലാണ്, മരം, ആൽമരാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. ഇനി കുളം കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കുളത്തിന് കുറേ പ്രത്യേകത ഉള്ളൊരു കുളമാണ് കേട്ടോ. ഈ കുളത്തിൽ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞെല്ലാം കൂടി ആൾ മരിച്ചു അല്ലേ? കഴിഞ്ഞെല്ലാം കൂടി ഒരു ചെറിയൊരു ഏട്ടനെല്ലാം മരിച്ച്. അതെ തിരുമ്പാണ്, കുഴപ്പമില്ല. അത് ഈ കുളത്തിലാണ് കേട്ടോ. കാണിച്ചു തരാം. കഴിഞ്ഞെല്ലാം മരിച്ചിട്ടുണ്ട് ഏതൊരു ഏട്ടൻ. നീന്താൻ വന്നിട്ടും പിന്നെ അല്ലാതെ അങ്ങനെ
നമ്മളെ ഇവിടെ ഹെഡിങ് ഒക്കെ ഇവിടെ ഹെഡിങ്ങിന് അറിയാം ഇവിടെ പോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ശ്രദ്ധിക്കണം പറഞ്ഞിട്ട് എന്താ സംഭവം ഇപ്പുറത്തുണ്ടല്ലോ പറയുന്നേ ആ ഇവിടെ ഉണ്ടല്ലേ പക്ഷെ ഞാൻ ഇതുവരെ ഇവിടേക്ക് വന്ന് നോക്കിയിട്ടില്ല ഗൈസ് ഇതൊരു കുളം ഇത് നമ്പൂതിരിയൊക്കെ കുളിക്കണ കുളമാണെന്ന് തോന്നുന്നു റെഡി ഉണ്ടോ നമ്പൂതിരിയൊക്കെ വന്ന് കുളിക്കണമെന്ന് ഇവിടെ ആനപ്പൂരം ആട്ടുണ്ടാവാര് ആവണോളൂ നമ്മുടെ വേലയൊക്കെ ആവണോളൂ ദീപിക ഇതാ കുളത്തിച്ചാവാൻ പോണു ഡി ഓ ഇവിടെ അതാ ക്യാമറമാൻ പോണു പെണ്ണ് ഉന്തിട്ടോ അമ്പൽ ഇതിൽ അമ്പലുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇത് അടുത്ത കുളമാണ് കേട്ടോ ഇത് ശിവൻ്റെ അമ്പലം തോന്നുന്നു അല്ലേ ശിവൻ്റെ അമ്പലം ആണ് തോന്നുന്നു ശിവൻ്റെ അമ്പലം തന്നെ ഇത് ശിവൻ്റെ അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ നോക്കണേ അവിടെ അമ്പലം ഉണ്ട് പക്ഷെ ഇപ്പൊ വിരിഞ്ഞിക്കുന്നില്ല അപ്പൊ മൊട്ട് ചുങ്ങി അല്ല മുട്ടായി വായം കിട് ഈ ആവണത്തിന് ഞാനില്ല ഞാൻ തീനെ ഇതിന് വഴിയില്ലടി ഞങ്ങൾ നായെ കണ്ട് പേടിച്ച് നിൽക്കുന്നു കവറെന്തായാലും കവറെന്താ ഞങ്ങൾ നായെ കണ്ട് പേടിച്ചിക്കട്ടെ ഞങ്ങൾ മൂന്നാളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മൂന്നാൾക്ക് നായെ പേടിയാ ഏറ്റവും കൂടുതൽ പേടി ആളുകളൊക്കെയാണ് ഇവർക്കൊന്നും പേടിയില്ല അങ്ങനെ പക്ഷെ ഇവരൊക്കെ എന്നെ ഉന്തി വിട്ടോട് നായ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് പോടി ഓടി കൊണ്ടായിരുന്നു പോന്നായെ പറയടി പോന്നായെ പറ പോണ റെഡി ആയിക്കോട്ടോ നായല്ലേ ആമ്പല് പറിച്ചോ ആ നായ ഞങ്ങളെ കണ്ട് പേടിച്ച് ഓടിട്ടോ അത്രേ ഉള്ളൂ ഞങ്ങൾ ഈ റോഡ് നേരെ പോണത് മെയിൻ റോട്ടിക്കാണ് കേട്ടോ ഇതാണ്ട ഇങ്ങനെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് എല്ലാവരും അവിടെ ഉണ്ടാവില്ല ഞങ്ങൾ 4 പുറത്ത് ഷോർട്ട് കട്ട് അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡെത്തി ഇവിടെ എത്തുമ്പോഴാട്ടോ നല്ല വെയിൽ ഇത്ര നേരം വെയിൽ അത്ര ഉണ്ടായിരുന്നില്ല ഇനി ഒരു വെയിലാവും മെയിൻ റോഡല്ലേ ഈ ഫോൺ ഓഫാക്കിയിട്ട് വണ്ടി വന്നാൽ ഇടിച്ചോണ്ടേ അറിയില്ല ഞങ്ങൾ ചോറ് കുടിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ എന്താണ് കഴിച്ചു കാരണം കഴിച്ചു തണുപ്പുണ്ടോ ക്ഷീണിച്ചൂലേ പൊടിയാണോ കുറച്ചേക്ക്